അർജന്റീന സ്പെയിൻ പോരാട്ടത്തിന് ഫൈനൽ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അർജന്റീന ടീമിൻ്റെ വലിയൊരു ആരാധകനാണ് രജനീഷ് ആർ ചന്ദ്രൻ. അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹം അർജന്റീന ടീമിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ പോർച്ചുഗൽ ടീമിന് വേണ്ടിയിട്ടും ബ്രസീൽ ടീമിന് വേണ്ടിയിട്ടും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അർജന്റീന ടീമിൻ്റെ വലിയൊരു ആരാധകനാണ്, പ്രൊഫസർ കൂടിയാണ്. എന്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പാട്ട് എഴുതുന്നതിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണോ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്, പോർച്ചുഗലിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത്? 90കളുടെ തുടക്കത്തിൽ നമ്മൾ കളി വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും പിന്നീട് 94 എത്തിയപ്പോഴത്തേക്ക് മറഡോണ എന്ന മാന്ത്രികനെ കണ്ടുമൊക്കെയാണ് നമ്മൾ ഫുട്ബോളിൻ്റെ കാഴ്ചകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ അർജന്റീന എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണ്. അർജന്റീന ടീമിൻ്റെ അത്രയ്ക്ക് വലിയൊരു ആരാധകനാണ്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അർജന്റീന ഒരു വേൾഡ് കപ്പ് ജയിക്കുന്നത് കാണാനായിട്ട്. ഒരുപാട് കൊല്ലം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്താണ് ആ ഒരു വലിയൊരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ കളിയെ കാണുന്നതിനോടൊപ്പം തന്നെ കവിതകളായും പാട്ടുകളായും ഒക്കെ എഴുതാനായിട്ട് പണ്ടുതൊട്ടേ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തോന്നിയൊരു വികാരത്തിൻ്റെ പുറത്ത് ഈ വേൾഡ് കപ്പിൽ ഞാൻ 4 പാട്ടുകൾ എഴുതി. തീർച്ചയായിട്ടും ആദ്യം സ്വാഭാവികമായിട്ടും അർജന്റീനയെക്കുറിച്ചായിരിക്കുമല്ലോ പാട്ട് എഴുതുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഗാനരചയിതാവിനോടൊപ്പം തന്നെ കഴക്കൂട്ടം മരീൻ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനാണ്. അപ്പോൾ അർജന്റീനയുടെ പാട്ട് റിലീസായ സമയത്ത് കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവരുടേതായിട്ടുള്ള ടീമുകൾക്ക് വേണ്ടിയിട്ട് CR7 വേണ്ടി ഒരു പാട്ട് എഴുതണമെന്ന് കുറേ കുട്ടികൾ പറഞ്ഞു. പിന്നെ എൻ്റെ മകനും പോർച്ചുഗലിൻ്റെ ആരാധകനാണ്. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരം ഞാൻ പോർച്ചുഗലിൻ്റെ ഒരു പാട്ട് എഴുതി. അപ്പോൾ അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൻ്റെ തുടർന്ന് ബ്രസീലിന് വേണ്ടിയും ഫ്രാൻസിന് വേണ്ടിയും ഓരോ പാട്ടുകൾ എഴുതി. ആ പാട്ടൊന്ന് നമുക്ക് വേണ്ടി 2 ലൈനൊന്ന് ആലപിക്കാം. അർജന്റീനയെക്കുറിച്ചുള്ള പാട്ടാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള അർജന്റീനയെക്കുറിച്ചുള്ള പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ലൈനപ്പിനെ കുറിച്ചുള്ള ആ പേരുകൾ, ഓരോ കളിക്കാരുടെയും പേരുകൾ യൂസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. അതായത് എമിലിയാനോദൻ കോട്ട, ലിസാൻഡ്രോ പൂട്ടാൻ കൂട്ട, അങ്ങനെയാണ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അത് അവസാനിക്കുന്നത് ഇത് ലയണൽ മെസ്സിയുടെ കാലം, ഇടംകാലിൻ മാന്ത്രിക ജാലം, ഇടിമിന്നൽ ഗോളടി താളം, ഇന്ന് ആർത്തു വിളിപ്പു ലോകം. ഇടങ്കാലിൻ മാന്ത്രിക ജാലം, ഇടിമിന്നൽ ഗോളടി താളം, ഇന്നാർത്തു വിളിപ്പൂർ ലോകം. ഫൈനലിലേക്ക് എത്തുമ്പം നാളെ പുലർച്ചെ അത് ഫൈനലിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആവേശമാണ്? വളരെ ആവേശം കൂടിയാണ്. തീർച്ചയായിട്ടും അത് എനിക്കത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളായിരുന്നു എനിക്ക് യൂട്യൂബിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ലയണൽ മെസ്സിയുടെ പോർഷൻ മാത്രമായിട്ട് ഒരു 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇതുവരെ കണ്ടു കഴിഞ്ഞു. അപ്പം മറ്റ് ടീമുകളുടെയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അങ്ങ് വേറെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ടും സംഗീതം വരികൾ എഴുതിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഒരു 4 കൊല്ലങ്ങൾക്ക് മുൻപ് റൂട്ട് മാപ്പ് എന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വൈക്കം വിജയലക്ഷ്മി, അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമാ ഗാനം ആലപിച്ചത് വൈക്കം വിജയലക്ഷ്മിയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ 50ാമത് പിറന്നാളിന് അദ്ദേഹത്തിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് അൻവർ സാദത്ത് ആലപിച്ച് വിജയ് കരുൺ സംഗീതം നൽകിയൊരു പാട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 100ഓളം ഗാനങ്ങളായി. അർജന്റീന ടീമിന് വേണ്ടി ഓരോ വേൾഡ് കപ്പ് സമയത്തും ഞാൻ ഗാനങ്ങൾ കവിതകളായിട്ട് എഴുതി ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അതൊരു പാട്ടായിട്ട് വന്നത് ഈ വർഷം ആദ്യമായിട്ടാണ്. ഈ ഗാനം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വിജയത്തിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ അങ്ങയുടെ ഓരോ പുതിയ ഗാനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതുതന്നെയാണ് ഫുട്ബോളിൻ്റെ ആ മാന്ത്രികത, അത് കൃത്യമായി അദ്ദേഹം ആവാഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗാനങ്ങളൊക്കെയും രചിച്ചിട്ടുള്ളത്. ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകുകയും ചെയ്യും. അത്ര കണ്ട് അർജന്റീനൻ ടീമിൻ്റെ ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പോർച്ചുഗൽ ടീമിൻ്റെ ആരാധകനാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ടീമുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കാത്തിരിപ്പ് അർജന്റീനയുടെ ഫൈനലിലെ തുടർച്ചയായുള്ള 2ാമത്തെ വിജയത്തിന് വേണ്ടിയാണ്. ക്യാമറമാൻ സുനിലിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.